നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. റോഡിൽ അപകടം സംഭവിക്കുമ്പോൾ അത് നിർത്താതെ പോകുന്നത്രയും കുറ്റകരമായിട്ടുള്ള സംഭവം ഒരുപക്ഷെ നമുക്ക് മറ്റൊന്ന് ഉപമിക്കാൻ കഴിയില്ല. ആ വീണ് കിടക്കുന്നവർക്ക് ജീവൻ തന്നെയായിരിക്കും നഷ്ടമാവുക. കിളിമാനൂരിൽ ഒരു സംഭവം നടന്നു. അത്തരത്തിൽ ആ യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. അപകടം നടന്നത് ഞായറാഴ്ചയാണ്. ഈ സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കാം. സ്വാഗതം 20th അവറിലേക്ക്. റോഡിൽ അപകടങ്ങൾ സംഭവിക്കാം. എന്നാൽ അപകടത്തിൽപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാതെ മുങ്ങുന്നത് പോലൊരു തെറ്റ് വേറെയുണ്ടോ? ഒരാളെ മരണത്തിന് തള്ളിയിടുന്ന കൊടും ക്രൂരതയാണത്. കിളിമാനൂരിന് സമീപം കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ ഒരു ഥാർ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചു. അടിയിൽ കുടുങ്ങിയ സ്ത്രീയെ വലിച്ചിഴക്കുകയും ചെയ്തു. ഒടുവിൽ നിയന്ത്രണം തെറ്റി ഒരു പോസ്റ്റിൽ ഇടിച്ച് നിന്നിട്ടും ഉടൻ തന്നെ അതേ വേഗത്തിൽ വാഹനമെടുത്ത് അവർ പോയി. ഒരു നാടാകെ നടുക്കത്തിലാണ് പുതുക്കാട് സ്വദേശിനി അംബികയുടെ മരണത്തിൽ. ദേശീയപാതയിൽ കിളിമാനൂർ പാപ്പാലയ്ക്ക് സമീപം ഞായറാഴ്ച വൈകിട്ട് ഏതാണ്ട് 3:30 കൂടിയാണ് ഈ അപകടം നടന്നത്. അമിത വേഗത്തിലെത്തിയ ഒരു കറുത്ത ഥാർ അത് സ്കൂട്ടറിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. ആദ്യം സ്കൂട്ടറിലുണ്ടായിരുന്നത് കടക്കൽ സ്വദേശികളായിട്ടുള്ള ദമ്പതികളാണ്. പുതുക്കോട് രാജേഷ് ഭവനിൽ താമസിക്കുന്ന രജിത്തും രജിത്തിന്റെ ഭാര്യ അംബികയും. ഈ ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണു രജിത്ത്. എന്നാൽ അംബികയും ആ സ്കൂട്ടറും ആ ഥാറിന്റെ അടിയിൽ കുടുങ്ങി. ബ്രേക്ക് ചെയ്യാതെ ആ ഥാർ വാഹനം മുന്നോട്ട് പായുകയായിരുന്നു. ആ 30 വയസ്സുകാരിയായിട്ടുള്ള അംബികയുടെ ശരീരത്തിലൂടെ ജീപ്പ് കയറിയിറങ്ങി. മാത്രമല്ല, ഏതാണ്ട് 100 മീറ്ററോളം ആ സ്ത്രീയുമായി ഒപ്പം ആ സ്കൂട്ടറുമായി ആ ഥാർ മുന്നോട്ട് പോയി അവരെ വലിച്ചിഴച്ചു. ഏറ്റവും ഒടുവിൽ ഒരു പോസ്റ്റിൽ ഇടിച്ചാണ് വാഹനം നിൽക്കുന്നത്. ആദ്യം ആ ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. വലിച്ചഴിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് ആ ജീപ്പിന്റെ ആ ഥാർ വാഹനത്തിന്റെ അടിയിൽ ആ സ്കൂട്ടറും ആ പാവം സ്ത്രീയും ഉണ്ടായിരുന്നു. റിവേഴ്സ് എടുത്ത ശേഷം ഭ്രാന്തമായിട്ടുള്ളൊരു വേഗതയിലാണ് അയാൾ വീണ്ടും വണ്ടി എടുത്ത് പോകുന്നത്. അതും പ്രേക്ഷകർ കണ്ടു. അപകടത്തിൽപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കൂട്ടുകാരൻ്റെ ഒരു സഹോദരിയും ഹസ്ബൻഡും കൂടെ ബൈക്കിൽ വരുമായിരുന്നു. കിളിമാനൂർ പാപ്പാലെന്ന് തൊളിക്കുഴി വരുന്ന വഴിയായിരുന്നു. പാപ്പാല പമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വെച്ച് പുറകെ കൂടെ വന്നൊരു ഥാർ ജീപ്പ് അവരെ ഇടിക്കുകയായിരുന്നു. ഇടിച്ച് ഈ ബൈക്ക് ഈ വണ്ടിയുടെ ഇടയിൽ കുരുങ്ങുകയും അവർ ഒരു 100-150 മീറ്റർ അതും വലിച്ചടിച്ച് വന്ന് ഒരു പോസ്റ്റ് ഇടിച്ച് തെറിച്ചാണ് അവർ വീണത്. വണ്ടി മാറിപ്പോയി. ഈ അംബിക എന്ന് പറയുന്ന സ്ത്രീയും തലയെ ഇടിച്ച് ക്ഷതം പറ്റി ഇത്. പിന്നെ ഇവരെ വയറിൽ കൂടെയൊക്കെ കാറും കയറി ഇറങ്ങിയായിരുന്നു. ഇവരെ വണ്ടി തന്നെ വയറ്റിലും കൂടെ കയറി ഇറങ്ങി. തലയ്ക്കും ഗുരുതരമായ പരിക്കുണ്ട്. നെഞ്ചിൽ, വയറ്റിൽ, 2 കൈകളിൽ പൊട്ടലും മുറിവുകളുമുണ്ട്. ആഴത്തിലുള്ള മുറിവ്. ഇതേ സമയം ഇവർ ഇടിച്ചിട്ട സമയം വണ്ടി നിർത്താതെ വന്ന സ്പീഡിൽ തന്നെ തിരിക്കുകയും നിർത്താതെ പോവുകയാണ് ചെയ്തത്. ഒരു 10 കിലോമീറ്റർ അപ്പുറം കൊപ്പം എന്ന സ്ഥലത്ത് പോയി വണ്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഒരാളെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രതി പറഞ്ഞത് 3 പേര് വണ്ടിയിലുണ്ടായിരുന്നു എന്നാണ്. അതിൽ 2 പേർക്കുള്ള റിപ്പോർട്ടൊന്നുമില്ല.
ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും രാത്രി ഏതാണ്ട് 1:30 ഈ അറസ്റ്റ് ചെയ്ത പ്രതിയുടെ ബന്ധുക്കാർ വന്ന് ജാമ്യത്തിലിറക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അംബികയ്ക്ക്. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അംബികയുടെ ഭർത്താവ് രജിത്തിനെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഈ തലച്ചോറിനേറ്റ സാരമായിട്ടുള്ള ക്ഷതം, ഇതേ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്നു അംബിക മരിച്ചു. അംബികയുടെ സംസ്കാരം തൊട്ടു മുമ്പാണ് കഴിഞ്ഞത്. ആ ചിതയിലെ തീ ഇപ്പോഴും അണഞ്ഞിട്ടുണ്ടാകില്ല. ഈ അപകടത്തിൽ കേടുപാട് പറ്റി നിർത്താതെ പോയ ആ ജീപ്പ് അല്ലെങ്കിൽ ആ താറ് ഏകദേശം 15 കിലോമീറ്ററോളം അകലെയാണ് അടയമൺ കൊപ്പം ഇരട്ടക്കുളം എന്ന സ്ഥലത്ത് ഒരു ആളൊഴിഞ്ഞ മട്ടിലുള്ള പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീപ്പിൽ 3 പേരുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാൽ അതിൽ ഒരാളെ മാത്രമാണ് ഈ ജീപ്പിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അയാൾ മധ്യരയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോഴും നമുക്കും അത് തന്നെ തോന്നുന്നു. അയാൾ സംസാരിക്കുന്ന അത്ര വ്യക്തമല്ല. നാട്ടുകാർ ചോദിക്കുന്നുണ്ട് അയാളോട്. നിന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നാണ് ചോദിക്കണം. നീ കുമ്പിട്ട് 2 പേരേ ഉള്ള എത്ര പേര്? 2 വട്ടം വെളിയിറങ്ങി. നീ എന്നെ മോൻ നോക്കി വെച്ചേ ചേട്ടാ. ഡേയ്, ഞാൻ മോഹൻ നോക്കടാ. അതുവരെ കാണട്ടെ എന്റെ മോഹം. നോക്കത് നിനക്ക് ഇത്രയും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. ഇപ്പം നിനക്കെന്ത്? ഇപ്പം നിനക്കെന്താ നിന്റെ മോഹം പൊങ്ങൂലേ? ഇത്രയും കാണിക്കാൻ നിനക്കൊരു കുരുവില്ലായിരുന്നല്ലോ. നീ 100 നിന്റെ മോഹം 100 നീ ആദ്യം. മോനെ നീ മോഹം നോക്കടാ. നീ മോഹം നോക്ക്. എന്നെ കാണണ്ടാ 10 പേര്. എന്ത് നോക്കാത്ത എന്ത് മോഹം? പിടിച്ചു നോക്കാൻ ആളില്ലാത്തോണ്ടല്ല. നീ ഇരിക്കുന്ന സ്ഥലം ബഹുമാനിക്കുന്നുകൊണ്ടാണ് നമ്മൾ ഒന്നും ചെയ്യാത്ത. കേട്ടാ, ഞാൻ മോഹൻ നീ ഒന്ന് നോക്ക്. ആ നാട്ടുകാരുടെ രോഷമാണ് ആ കേൾക്കുന്നത് മുഴുവൻ. കാരണം അത്രമാത്രം ഭയാനകമായിട്ടുള്ള അപകടം സംഭവിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ പോയ അവരുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ ചോദ്യം ചെയ്യുക സ്വാഭാവികമാണ്. ഈ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. കിളിമാനൂർ പോലീസ് ആ ഉപേക്ഷിക്കപ്പെട്ട വാഹനവും ഇയാളെയും കസ്റ്റഡിയിലെടുത്തു. രജിത്ത്, ആ അപകടത്തിൽപ്പെട്ട ആ ദമ്പതികളിലെ ഭർത്താവ്, തെറിച്ചു വീണ ദേഹമാസകലം പരിക്കേറ്റ നിലയിലായിരുന്നു. ഇന്ന് ഭാര്യയുടെ സംസ്കാര ചടങ്ങിൽ വീൽ ചെയറിലിരുത്തിയാണ് രജിത്തിനെ ആ ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. പെയിന്റിംഗ് ജോലിക്കാരനായിരുന്നു രജിത്ത്. കാനഡയിലേക്ക് പോകാൻ എല്ലാം തയ്യാറായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ അപകടം. ഇളയ കുഞ്ഞിന് 2 വയസ്സ് മാത്രമാണ് പ്രായം. മൂത്തയാൾക്ക് 5 വയസ്സ്. അതായത് 2 പിഞ്ചോമനകളുടെ അമ്മയാണ് ആ ദാരുണ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഈ വണ്ടിയിൽ കണ്ടയാളുടെ ID കാർഡ് അതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റേതാണ്. ഹരീഷ് കുമാർ എന്നു പേരുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളാണോ ഈ ഹരീഷ് എന്ന് വ്യക്തമല്ല. എന്താണെങ്കിലും പോലീസ് കേസെടുത്തിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ്. അത്തരത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മദ്യപിച്ചതായി തെളിവില്ല എന്നും പോലീസ് പറയുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അംബികയുടെയും രജിത്തിന്റെയും ബന്ധുക്കൾക്ക് ഒരാവശ്യം മാത്രമേ ഉള്ളൂ. അവരുടെ ആ തീരാനഷ്ടം, ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ തീരാനഷ്ടത്തിന് നിയമപരമായിട്ടെങ്കിലും പൂർണ്ണനീതി ലഭ്യമാക്കണം. ഇനിയൊരു വല്ലാത്ത കഥയാണ്. എക്സോസ്റ്റ് ദ്വാരത്തിൽ കുടുങ്ങിയ ഒരു കള്ളന്റെ കഥ. തല അകത്ത്, ശരീരം വീടിന് പുറത്ത്. രാജസ്ഥാൻ അവിടെ കോട്ടയിലെ പ്രതാപ് നഗർ എന്ന സ്ഥലത്താണ് ഈ സംഭവം. സുഭാഷ് കുമാർ റാവത്ത് എന്ന ആളുടെ വീട്ടിലാണ് ഈ സീൻ മുഴുവൻ. ഈ കള്ളൻ മോഷ്ടിക്കാൻ കയറിയതാണ്.
ആ സമയം സുഭാഷ് റാവത്തും ഭാര്യയും അവിടെ ഇല്ലായിരുന്നു. അവരൊരു ക്ഷേത്ര ദർശനത്തിന് പോയതാണ്. എക്സോസ്റ്റ് ഫാൻ ഘടിപ്പിക്കുന്നതിനുള്ള ദ്വാരത്തിലൂടെ വീടിനകത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ കള്ളൻ. പക്ഷേ കുടുങ്ങിപ്പോയി. തലയുടെ ഭാഗം വീടിന് അകത്ത്, അരയ്ക്ക് കീഴ്പോട്ട് വീടിന് പുറത്ത്. അത്തരത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സുഭാഷ് റാവത്തും ഭാര്യയും തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ കള്ളൻ ഈ ചൂണ്ടയിൽ കുടുങ്ങിയ മീനിനെ പോലെ എക്സോസ്റ്റ് ഫാനിന്റെ ആ ഹോളിൽ, ആ ദ്വാരത്തിൽ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കോർത്ത് കിടക്കുന്നത് കണ്ടത്. വീട്ടുകാർ ആ കാര്യം പറയും. तो मेरे पास मोहल्ले वालों को कॉल आया कि बगल के मकान में पास पड़ोसी में कोई चोर घुस गए, तो मैं वहाँ पे गया. मैंने मौके पे जाके देखा तो इनके मकान पे तो नहीं कहता मैं, ये मकान दिखाओ आप. इस वाले मकान की छत पे हम मोहल्ले वाले सब गए. तो हमने यहाँ जाके देखा तो हमें कोई दिखाई नहीं दिया शुरू में, तो थोड़ा अंधेरा हो रहा था. उसके बाद इस छत पे जाके, ये जो बगल की छत है, इस छत पे खड़े थे हम 5, 7, 8 जने. फिर वहाँ से छत पे से इनका जो आंटी जी का मकान की छत पे से हमने देखा, यहाँ छत पे दोनों टंकियों की, पानी की दोनों टंकियों के बीच में एक चोर छिपा हुआ था. തലയുടെ ഭാഗം അകത്തും കാല് പുറത്തുമായി തൂങ്ങിക്കിടക്കുന്ന ആളെ കണ്ടതോടെ ഈ റാവത്തിന്റെ ഭാര്യ ആദ്യം അലറി വിളിച്ചു. ആദ്യത്തെ ആ ഒരു ഭയമൊക്കെ മാറിയപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഇവർ മോഷ്ടാവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ തന്നെ പറയുകയാണ്, ഞാൻ കള്ളനാണ്, എൻ്റെ കൂട്ടാളികൾ തൊട്ടപ്പുറത്തുണ്ട്. അതൊരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു. തന്നെ വിട്ടയക്കണം, ഇല്ലെങ്കിൽ ദോഷമുണ്ടാകും എന്നുള്ളതായിരുന്നു കള്ളന്റെ ഭീഷണി. ദമ്പതിമാരെ ഭീഷണിപ്പെടുത്തി ആ തൂങ്ങിക്കിടന്നുകൊണ്ട് ആ കള്ളൻ. വീട്ടുടമസ്ഥൻ നോക്കിയപ്പോൾ എന്താണെങ്കിലും ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പായി. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തുന്നു. അതിനു മുമ്പ് ആ കള്ളനോടുള്ള സംസാരം കേൾക്കാം. पवन पूरा क्या है? बैरागी. पवन बैरागी. हाँ. एड्रेस क्या है तेरे घर का? दिगोद को ना. दिगोद है क्या? हाँ. तो यहाँ पे चोरी किसके साथ में आया था करने? एक आया था बोरखेड़ा का बंदा है. बोरखेड़ा का बंदा है क्या? मैं बता दूंगा सर. क्या नाम है पहले बता. उसका लालवीर. है? लालवीर. क्या नाम है? मैं सब घर पे ले. मैं पूछ रहा हूँ नाम क्या था उसका जो तेरे साथ आया था? लालवीर. है? लालवीर. लालवीर. हाँ. पूरा नाम क्या है? लालवीर राजपूत है वो. लालवीर राजपूत है ना? हाँ. और इसके पहले कहाँ चोरी करी थी आपने? അങ്ങനെ പോലീസ് എത്തി. ഏറെ നേരം പണിപ്പെട്ടു. ആ പരിശ്രമത്തിനൊടുവിലാണ് കള്ളനെ ഈ ദ്വാരത്തിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് എടുക്കുന്നത്. പേര് പറഞ്ഞതുപോലെ പവൻ എന്നാണ്. ദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് വലിക്കുമ്പോൾ വേദന കൊണ്ട് കള്ളൻ കരയുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കേട്ടോ. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. प्रतापनगर फर्स्ट में चोर को निकालते हुए पुलिस वाले बोरखेड़ा पुलिस थाने के द्वारा गाड़ी से आ रहे हैं चोर. ये कार से चोर आ रहे हैं. पकड़ के रखना इसको. पकड़ो पकड़ो इसको. कोई नहीं पकड़ो इसको. कार से आए हैं चोर भी. जो चोर है उसकी शक्ल देखो. अच्छा गोविंद भैया शक्ल देखो इसकी. वो इटारी का वो ना ये तो कतर बढ़िया बनाओ इसको. बढ़िया बनाओ 1 घंटे. सर वीडियो फोटो बनाएंगे. अरे तो फोटो बनाएंगे. കള്ളനെ രക്ഷിച്ച പോലീസ് അല്ലേ? കള്ളനെ അക്ഷരാർത്ഥത്തിൽ ഒരു കുടുക്കിൽ നിന്ന് രക്ഷിച്ച പോലീസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണല്ലോ. അങ്ങനെ മോഷ്ടാക്കൾ എത്തിയത് ഒരു കാറിലാണ്. ആ കാറും പോലീസ് പിടിച്ചെടുത്തു. പോലീസിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച ഒരു കാറായിരുന്നു അത്. ഇയാൾ കുടുങ്ങിയതിന് പിന്നാലെ ഇയാളുടെ കൂട്ടാളികളും ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ പക്ഷേ ഓടി രക്ഷപ്പെട്ടു. പുറത്തെടുത്ത കള്ളനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിലും ഇനിമേലാൽ ആ കള്ളൻ എക്സോസ്റ്റ് ഫാനിന്റെ ദ്വാരത്തിലൂടെ മോഷ്ടിക്കാൻ കടക്കില്ലെന്ന് ഉറപ്പ്. പതിവായി ഉപദ്രവിച്ച ലിവിംഗ് ടുഗദർ പാർട്ട്ണറെ കുത്തിക്കൊന്ന യുവതി. മരിച്ചത് ദക്ഷിണ കൊറിയൻ പൗരൻ, കൊന്നത് മണിപ്പൂരുകാരി.
ഡൽഹിയിലെ ഗ്രേറ്റർ നോയിഡ, അവിടെയാണ് ഈ സംഭവം. ഒരു ലോജിസ്റ്റിക് കമ്പനിയിലെ മാനേജറാണ് മരിച്ച കൊറിയൻ പൗരൻ. അയാളുടെ പേര് യു ഡക് ഹി എന്നാണ്. മണിപ്പൂർ സ്വദേശിനിയായിട്ടുള്ള ലുൻജീന പമായി ഡക് ഹിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഒരു മൊബൈൽ കമ്പനിയിലെ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ഡക്. ഈ ഡക് ഹിയും ലുൻജിനയും ഏറെ നാളായി ഒരുമിച്ചായിരുന്നു താമസമൊക്കെ. ഗ്രേറ്റർ നോയിഡയിലെ അപ്പാർട്ട്മെന്റിലാണ് രണ്ടുപേരും താമസിച്ചിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇയാൾ ഇന്ത്യയിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യുകയാണ്. സ്ഥിരം മദ്യപിക്കുന്ന ആളാണ് ഇയാളെന്നാണ് ഈ പിടിയിലായ വനിത പറയുന്നത്. മദ്യപാനത്തിന് പിന്നാലെ തർക്കമുണ്ടാകുകയും കൊലപാതകത്തിലേക്ക് എത്തുകയുമായിരുന്നു എന്നാണ് ആ സ്ത്രീയുടെ ഭാഷ്യം. തർക്കം രൂക്ഷമായപ്പോൾ പമായി ആ ഡക്ക് എന്ന യുവാവിന്റെ നെഞ്ച് ഭാഗത്ത് കത്തി ഉപയോഗിച്ച് കുത്തിയിറക്കി. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മദ്യപിച്ച ശേഷം ഡക് ഹി ഇടയ്ക്കിടെ തന്നെ ആക്രമിക്കാറുണ്ട് എന്നും നിരാശയെ തുടർന്നാണ് താൻ ഇങ്ങനെ ചെയ്തു പോയതെന്നും യുവതി ചോദ്യം ചെയ്യലിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. जानकारी हुई है कि ड्रिंक करने का आदी था और इसको लेके आए दिन झगड़ा होता रहता था. रात्रि में झगड़ा हुआ और महिला ने इस पे चाकू से हमला किया, जिससे ये चोटिल हो गया और इसकी मृत्यु हो गई. थाना नालीपाल पुलिस ने तत्काल जो है इसका पंचायतनामा पोस्टमार्टम की कार्रवाई की तथा सुसंगत धाराओं में मुकदमा पंजीकृत कर अग्रिम विधिक कार्रवाई की जा रही है. കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഈ പമായി തന്നെയാണ് ഡെക്ക് എന്ന ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസ് വരുമ്പോൾ പമായി ആയിരുന്നു ആശുപത്രിയിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും രസകരമാണ്. ഓടി ഒളിക്കാനൊന്നും ശ്രമിച്ചില്ല. ഡെക്കിനെ പ്രവേശിപ്പിച്ച ജിംസ് ആശുപത്രി അധികൃതരാണ് ഈ സംഭവം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഡെക്കിനെ കൊലപ്പെടുത്തുകയായിരുന്നില്ല തന്റെ ഉദ്ദേശം എന്നായിരുന്നു പമായി പറഞ്ഞത്. ഒരുപക്ഷെ അതിൽ സത്യാവസ്ഥ ഉണ്ടാകാം. ഈ സംഭവം നടന്ന ദിവസം മദ്യപിച്ചെത്തിയ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ പ്രതിരോധിക്കുന്നതിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു എന്നാണ് ആ യുവതിയുടെ വാദം. വാക്കുതർക്കത്തിന് പിന്നാലെയാണ് കൊല നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം. ഡക്കിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ലഭിച്ചാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നോളജ് പാർക്ക് പോലീസ്, അതിലാണ് അന്വേഷിക്കുന്നത്, അറിയിക്കുകയും ചെയ്തു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കമിതാക്കള യുവാവും യുവതിയും ലോഡ്ജിൽ ജീവനൊടുക്കിയ നിലയിൽ മരിച്ചത് 28-കാരനും 31-കാരിയും. തിരുവനന്തപുരം വിതുരയിലുള്ള ലോഡ്ജിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം കാണുന്നത്. മാരായമുട്ടം സ്വദേശിയായിട്ടുള്ള സുബിൻ, ഒപ്പം ആര്യൻകോട് സ്വദേശിനിയായിട്ടുള്ള മഞ്ജു എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടുപേരും വിവാഹ ജീവിതം നയിക്കുന്നവരാണ്. പക്ഷെ ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഇരുവരുടെയും ബന്ധം അവരവരുടെ വീടുകളിൽ അറിഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ജീവനൊടുക്കി എന്നാണ് പോലീസിന്റെ നിഗമനം. ലോഡ്ജ് മുറിയിലെ ജനാല കമ്പിയിൽ ഒരു ബെഡ്ഷീറ്റിൽ കുടുങ്ങിയ നിലയിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ. ഉച്ചയ്ക്ക് ഏതാണ്ട് 12-ഓടുകൂടി വിതുര പോലീസ് എത്തി കതക് ചവിട്ടി തുറന്നാണ് മുറിക്ക് അകത്ത് കയറുന്നത്. ചൊവ്വാഴ്ച രാവിലെ എത്തിയതാണ് ഇരുവരും ലോഡ്ജിൽ. ഏതാണ്ട് 11 മണിയോടുകൂടി ലോഡ്ജിൽ മുറിയെടുത്തു. അതിനുശേഷം ഇവരെ പുറത്തേക്ക് കണ്ടിരുന്നില്ല എന്നാണ് ആ ലോഡ്ജിലെ ജീവനക്കാർ പറയുന്നത്. രാവിലെ ഈ ലോഡ്ജിലെ ജീവനക്കാർ തട്ടി വിളിച്ചു നോക്കി, പക്ഷേ കതക് തുറന്നില്ല. തുടർന്നാണ് ഇവർ പോലീസിനെ വിവരമറിയിക്കുന്നത്. വിഷം കഴിച്ച ശേഷം തൂങ്ങി മരിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജ്യൂസ് ഒപ്പം വിഷത്തിന്റെ കുപ്പിയൊക്കെ ആ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വിവാഹിതരായിട്ടുള്ള 2 പേർക്കും കുട്ടികളുള്ളതാണ്. കുറച്ചു നാളായി സുബിനും മഞ്ജുവും പ്രണയത്തിലായിരുന്നു. സുബിൻ ഒരു പ്ലംബിംഗ് ജോലിക്കാരനാണ്. ഇവർ തമ്മിലുള്ള ബന്ധം ഈ അടുത്തിടെയാണ് രണ്ടുപേരുടെ വീടുകളിൽ അറിയുന്നത്. ഇത് വലിയ പ്രശ്നമായി.
ഇതേ തുടർന്ന് രണ്ടുപേരെയും കാണാതാവുന്ന സാഹചര്യവും ഉണ്ടായി. സുബിനെ കാണാതായതിന് മാരായമുട്ടത്തും മഞ്ജു എന്ന ഈ പെൺകുട്ടിയെ കാണാതായതിന് ആര്യങ്കോടും പോലീസ് പ്രത്യേകം കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു മരണവിവരം പുറത്തേക്ക് വരുന്നത്. ഈ ബന്ധം അത് വീടുകളിൽ അറിഞ്ഞതാകാം ഒരുമിച്ച് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ പോലീസ് വിശ്വസിക്കുന്നു. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തി വരുമെന്നാണ് പോലീസ് അറിയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരാൻ കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. KSRTC ബസ്സിന് കല്ലെറിഞ്ഞതിന് പോലീസ് പിടികൂടി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന്റെ മനോവിഷമത്തിൽ ജാമ്യത്തിലിറങ്ങി ആ പാവം ആത്മഹത്യ ചെയ്തു. കേരള കർണാടക അതിർത്തിയിലെ തലപ്പാടിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മരിച്ചത് ഒരു വയോധികനാണ്. ഉപ്പള മണ്ണൻകുഴി സ്വദേശിയായിട്ടുള്ള ഹമീദ് അലി. KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞതിനാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. ഹമീദിനെ പോലീസ് പിടികൂടിയ സമയത്തെ ദൃശ്യങ്ങളും ചിത്രവുമൊക്കെ ആരൊക്കെയോ എടുത്ത് ഈ വാട്സപ്പിൽ ഉൾപ്പെടെ പങ്കുവച്ച് അത് പ്രചരിപ്പിച്ചിരുന്നു. ഇതിനുള്ള മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയത് എന്നാണ് സൂചന. അബ്ദുൽ ഹമീദ് അലി 4 ബസ്സുകൾക്ക് നേരെ കൈ കാണിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഒരു ബസ് പോലും നിർത്താൻ തയ്യാറായില്ല. ഒടുവിൽ അവസാന ബസ്സും നിർത്താതെ പോയപ്പോൾ ക്ഷമ നശിച്ച് ഹമീദ് ആ കല്ല് എടുത്ത് ബസ്സിന്റെ പിൻചില്ലിന് നേരെ എറിഞ്ഞു. കല്ലെറിൽ ആ ബസ്സിന്റെ പിൻവശത്തെ ചില്ല് തകർന്നു. ഇതാണ് സംഭവിച്ചത്. ആ ചില്ല് തകർന്ന പാടെ ആ ബസ്സിലെ ജീവനക്കാർ ഇറങ്ങി ഹമീദിനെ പിടികൂടുകയായിരുന്നു. 5-ാം തീയതി രാത്രി തളപ്പാടിയിൽ വെച്ചിട്ട് KSRTC ബസ്സിന് അയാളെ ഉപ്പള വരാൻ വേണ്ടി കൈ കാണിച്ചിട്ട് ഒരു ബസ് നിർത്തില്ല. 4 ബസ് പോലും നിർത്താതെ കണ്ട് പോയി. 5-ാമത്തെ ബസ്സിക്ക് അയാൾ എന്ത് ചെയ്തറിയാം, അവിടുന്ന് കല്ലെടുത്ത് അയാൾ കയ്യിൽ പിടിച്ച് 5-ാമത്തെ ബസ് അവിടെ KSRTC വന്ന് അതും നിർത്തുന്നില്ല പറഞ്ഞിട്ട് ഇയാളെന്താക്കി അങ്ങോട്ട് പോകുമ്പോൾ നിർത്തുമ്പോൾ ഇയാൾ കല്ല് KSRTCക്ക് ബാക്കിൽ അതിൻ്റെ ചില്ല് പൊട്ടിക്കുമ്പോൾ ഇയാൾ ബസ് നിർത്തി അതിൻ്റെ പിന്നെ പോലീസ് SIനെ വിളിച്ച് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പോലീസ് സ്റ്റേഷനിലും അയാൾ പറഞ്ഞത് ഞാൻ ബസ് ഉപ്പള പോകാൻ വേണ്ടി ബസ് കൈക്ക് നിർത്തുമ്പോൾ നിർത്താത്ത കൊണ്ട് ഞാൻ അത് ചില്ല് പൊട്ടിച്ചത് അന്ന്. ഒരുപാട് എന്തെല്ലാം രാത്രി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ പാസഞ്ചറുടെ കൈ കാണിച്ച് നിർത്തുന്നില്ല പറഞ്ഞിട്ട് ഈ ബസ് KSRTC ഇങ്ങനെ ചെയ്യുന്ന കൊണ്ട് ഞാനിങ്ങനെ കല്ല് എറിഞ്ഞ ശേഷം ഈ ബസ് നിർത്തിയത്. അതിന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി ഇയാളോ ഇങ്ങനെ സംഭവം പറഞ്ഞത്, ഞാൻ കല്ലെറിഞ്ഞത് ഞാൻ തന്നെ, പക്ഷേ ഈ നിർത്താത്ത കൊണ്ട് ഇത് ചെയ്തത്. സംഭവത്തിന് പിന്നാലെ ഡ്രൈവറും കണ്ടക്ടറും ബസ് നിർത്തുകയും ചെയ്തു. കല്ലെറിഞ്ഞ ആളെ പിടികൂടി മഞ്ചേശ്വരം പോലീസിനാണ് ആദ്യം കൈമാറിയത്. പക്ഷെ ആ സംഭവം നടന്ന സ്ഥലം അത് കർണാടകയിലെ ഉള്ളാൾ പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽ പെടുന്നതാണ്. അങ്ങനെ ആ കേസ് ഉള്ളാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. മഞ്ചേശ്വരം പോലീസ് അബ്ദുൽ ഹമീദിനോട് ഉള്ളാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകി. ഹമീദ് അനുസരിച്ചു, പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം വീട്ടിലെത്തിയായിരുന്നു ഇത്തരം ഒരു ആത്മഹത്യ. മഞ്ചേശ്വരം പോലീസ് സംഭവ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അത് വിശദമായി പരിശോധിച്ച് വരികയാണെന്നും പോലീസ് അറിയിച്ചു. ട്വന്റിയത്ത് അവർ വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം.